ഹലോ ഫ്രണ്ട്സ്, ദ ഗാർഡനിങ് ഷെഫിലേക്ക് സ്വാഗതം. അപ്പോൾ ഞാനിന്ന് നല്ലൊരു സ്നാക്കിൻ്റെ റെസിപ്പിയാണ് ഷെയർ ചെയ്യണത്. അതിന് വേണ്ടിയിട്ട് 2 പൊട്ടറ്റോ ഇതുപോലെ നന്നായിട്ട് കുക്കറിൽ തന്നെ ഇട്ടിട്ട് ഒന്ന് വേവിച്ചെടുത്തിട്ടുണ്ട്. അതിന് ശേഷം ആ സ്കിന്നൊക്കെ ഒന്ന് പീൽ ചെയ്തതിന് മാറ്റിയതിന് ശേഷം ആ ചൂടോട് കൂടി തന്നെ പൊട്ടറ്റോ ഇതുപോലെ ഒന്ന് മാഷ് ചെയ്തെടുക്കാം കേട്ടോ. നല്ല നൈസായിട്ട് വെണ്ണ പോലെ ആക്കിയെടുക്കണം. ഇനി കുരുമുളക്, മുളക് പൊടി, ചില്ലി ഫ്ലേക്സ്, മഞ്ഞൾപ്പൊടി, ചെറിയ ജീരകത്തിൻ്റെ പൊടി, അതുപോലെ കുറച്ച് ചാട്ട് മസാലയും ഒറിഗാനോ കയ്യിലുണ്ടെങ്കിൽ ചേർത്ത് കൊടുത്താൽ മതി, അല്ലെങ്കിൽ ഗരം മസാല ചേർത്ത് കൊടുക്കാം. അതിലേക്ക് കുറച്ച് സവോളയും കറിവേപ്പിലയും മല്ലിയില ചെറുതാക്കി നുറുക്കിയതും കൂടി ചേർത്ത് എല്ലാം കൂടി ചേർത്തൊന്ന് മിക്സാക്കി എടുക്കണം. മുളക് പൊടി ചേർത്തത് കുറച്ചൊരു കളറ് കിട്ടാൻ വേണ്ടിയിട്ട് മാത്രം കേട്ടോ. ചില്ലി ഫ്ലേക്സും കുരുമുളകൊക്കെ ചേർത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് കുറച്ച് ബ്രെഡ് ക്രംസ് കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഈ കൂട്ടെല്ലാം കൂടി ചേർത്തിട്ട് നമ്മൾ വഴറ്റിയൊന്നും എടുക്കണില്ല കേട്ടോ. ഇതെല്ലാം കൂടി ചേർത്ത് ഒന്ന് മിക്സ് ആക്കിയതിന് ശേഷം അതിലേക്ക് മാഷ് ചെയ്ത് വെച്ചിരിക്കുന്ന പൊട്ടറ്റോ ചേർത്ത് കൊടുക്കുക. പൊട്ടറ്റോൻ്റെ ഉടയാത്ത പീസ് ഉണ്ടെങ്കിൽ അതൊന്ന് എടുത്ത് മാറ്റണം കേട്ടോ. കാരണം ഇത് ഉടഞ്ഞിരുന്നാൽ മാത്രമേ നമുക്ക് ഈ റെസിപ്പി ചെയ്യാൻ പറ്റുള്ളൂ. അതല്ലാന്നുണ്ടെങ്കിൽ ഓയിലിലേക്ക് ഇടുമ്പോൾ പൊട്ടിപ്പോകാനൊക്കെ ചാൻസ് ഉണ്ട്. ഇനി ഉപ്പിടുക. ഉപ്പ് എപ്പോഴും ഇങ്ങനെ കൈ വെച്ച് ചേർത്താലേ ഒരു കറക്റ്റ് മെഷർമെൻറ്റ് എനിക്ക് കിട്ടുള്ളൂ. അപ്പോൾ അതുകൊണ്ട് ആവശ്യത്തിനുള്ള ഉപ്പും കൂടി ചേർത്ത് ഇതുപോലെ നല്ല സ്മൂത്ത് ബാറ്ററാക്കിയിട്ട് കുഴച്ചെടുക്കാം. ഇനി ഇതുപോലെ കുറച്ച് ബ്രെഡിൻ്റെ സ്ലൈസ് വേണം. അപ്പോൾ ഞാനൊരു 3 പീസ് ബ്രെഡിൽ മാത്രമേ ചെയ്യണുള്ളൂ കേട്ടോ. അതിൻ്റെ സൈഡൊക്കെ ഇതുപോലെ ഒന്ന് വേണമെങ്കിൽ കട്ട് ചെയ്ത് കൊടുക്കാം. കട്ട് ചെയ്ത് കൊടുക്കണതാണ് നല്ലത്. നമുക്ക് ഒരു കോട്ടിങ്ങൊക്കെ കൊടുക്കുന്ന സമയത്ത് പെട്ടെന്ന് നല്ലൊരു കാണാനും കഴിക്കാനൊക്കെ ഒരു പെർഫെക്ഷൻ ഉണ്ടെങ്കിൽ ഇതുപോലെ ആ ബ്രൗൺ പോർഷനൊന്ന് മാറ്റി കൊടുക്കലാണ് നല്ലത്. ഇനി മാറ്റി വെച്ച ബ്രൗൺ പോർഷൻ നമ്മൾ വേസ്റ്റായിട്ട് കളയൊന്നും വേണ്ട. അതിങ്ങനെ സ്റ്റോർ ചെയ്ത് വെച്ചാൽ മതി. ബ്രെഡ് ക്രംസ് ആയിട്ട് യൂസ് ചെയ്യാം. അതെല്ലാം കൂടി ചേർത്ത് മിക്സിയുടെ ചെറിയ ജാറിലിട്ടൊന്ന് പൊടിച്ചിട്ട് നന്നായിട്ട് വറുത്ത് പുറത്ത് തന്നെ നമുക്ക് സൂക്ഷിക്കാൻ പറ്റും. അപ്പോൾ ഇത് അതിന് വേണ്ടിയിട്ട് മാറ്റി വെക്കാം. ഇനി ബ്രെഡിൻ്റെ സ്ലൈസിലേക്ക് കുറച്ച് ചീസ് ചേർത്ത് കൊടുക്കാം. ഏത് തരം ചീസും ചേർത്ത് കൊടുക്കാം കേട്ടോ. മൊസറല്ല ചീസോ അതല്ലെങ്കിൽ നമ്മൾ ഈ ബ്രെഡ് സ്ലൈസിൽ കിട്ടുന്ന ആ സ്ലൈസ്ഡ് ചീസ് ഉണ്ടല്ലോ, അതോ ഗ്രേറ്റഡ് ചീസോ ഏത് ചീസ് വേണമെങ്കിലും അല്പം ഇതിൻ്റെ മുകളിലേക്ക് സ്പ്രെഡ് ചെയ്ത് കൊടുക്കുക. അതിന് ശേഷം നമ്മൾ റെഡിയാക്കി വെച്ചിരിക്കുന്ന ആ പൊട്ടറ്റോ ബാറ്റർ വെച്ച് കൊടുക്കുക. ഈ ഒരു ഫില്ലിങ് അത്യാവശ്യം നല്ല രീതിയിൽ തന്നെ ഉണ്ടായിരിക്കണം കേട്ടോ. എന്നാലും ബ്രെഡ് കഴിക്കുന്ന സമയത്ത് നല്ല ടേസ്റ്റ് ഉണ്ടാവുള്ളൂ. ഇതിൻ്റെ എല്ലാ ഭാഗത്തേക്കും ആകുന്ന രീതിയിൽ വേണം വെച്ച് കൊടുക്കാനായിട്ട്. സൈഡൊക്കെ ഒന്ന് നല്ല പെർഫെക്റ്റായിട്ട് വരുന്ന രീതിയിൽ റെഡിയാക്കി എടുക്കുക. ഇതുപോലെ ഒരു ഫോർക്ക് വെച്ചിട്ടാകുമ്പോൾ പെട്ടെന്ന് ഒന്ന് നിരത്തി വയ്ക്കാൻ പറ്റും. അങ്ങനെ 3 സ്ലൈസ് ബ്രെഡും റെഡിയാക്കി എടുത്തിട്ടുണ്ട്. ഇനി ഇതിൻ്റെ മുകളിലേക്ക് ഓരോ പീസും കൂടി വച്ചതിന് ശേഷം ഇതുപോലെ നന്നായിട്ടൊന്ന് പ്രസ് ചെയ്ത് കൊടുക്കുക. ഇപ്പോൾ നമ്മുടെ ഈ പൊട്ടറ്റോ ബാറ്ററിന് ചെറിയൊരു മോയ്സ്ചറൊക്കെ ഉള്ളതുകൊണ്ട് ഈ ബ്രെഡ് സ്ലൈസ് അതിലിങ്ങനെ സ്റ്റിക്കായിട്ടിരുന്നോളും. എങ്കിലും സൈഡിൽ നിന്നൊക്കെ ഇങ്ങനെ പുറത്തേക്ക് ചാടി വരുന്നുണ്ടെങ്കിൽ ഒന്നുകൂടി കറക്റ്റായിട്ട് ഫില്ല് ചെയ്ത് കൊടുത്താൽ മതി. ഇനി ഇതുപോലെ സ്ക്വയർ പീസാക്കി ഒന്ന് കട്ട് ചെയ്തെടുക്കാം. പെട്ടെന്ന് റെഡിയാക്കാൻ പറ്റുന്ന നല്ലൊരു സ്നാക്കാണ് കേട്ടോ. ഇനിയിപ്പോൾ ഇതിൽ ചിക്കനോ നോൺ വെജൊക്കെ യൂസ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ആ പൊട്ടറ്റോ മിക്സിൻ്റെ കൂടെ അങ്ങനെ വേണമെങ്കിൽ ചെയ്ത് കൊടുക്കാം. ഇത് ഏറ്റവും സിമ്പിളായിട്ട് ചെയ്യാൻ പറ്റുന്ന ഒരു വെർഷനാണ്. ഇതുപോലെ ഇരിക്കും. ഇനി അത് അവിടെ ഇരിക്കട്ടെ. ഇനി അതിനൊരു ബാറ്റർ ഉണ്ടാക്കുന്നതിന് വേണ്ടിയിട്ട് കുറച്ച് മൈദപ്പൊടിയിലേക്ക് ഒരല്പം ചില്ലി ഫ്ലേക്സും ഉപ്പും കൂടി ചേർത്ത് ആവശ്യത്തിനുള്ള വെള്ളം കൂടി ചേർത്ത് ബാറ്റർ റെഡിയാക്കിയെടുക്കുക. ഇതാണ് പെർഫെക്റ്റ് ടെക്സ്ചർ. ആ ഒരു രീതിയിൽ ചെയ്തെടുക്കുക. അതിനുശേഷം ഓയിൽ ചൂടാക്കിയിട്ട് ഓയിൽ ചൂടായി വരട്ടെ. അപ്പോൾ ഞാൻ കുറച്ച് ബ്രെഡ് ക്രംസും കൂടി എടുത്ത് വെച്ചിട്ടുണ്ട് കേട്ടോ. ഇതിലൊന്ന് കോട്ട് ചെയ്തിട്ട് വേണം നമുക്ക് ഇടാനായിട്ട്. ഇനി ഓരോ പീസ് ബ്രെഡ് ഇതുപോലെ എടുത്ത് എല്ലാ സൈഡിലും ബാറ്റർ ഒന്ന് കവർ ചെയ്തതിന് ശേഷം ബ്രെഡ് ക്രംസിൽ ഡിപ്പ് ചെയ്തെടുക്കാം. നമ്മൾ ആ ബ്രെഡ് എടുത്ത ആ നനഞ്ഞ കൈ വെച്ച് ഇതുപോലെ ബ്രെഡ് ക്രംസിൽ തൊടുമ്പോൾ ബ്രെഡ് ക്രംസ് പെട്ടെന്ന് എല്ലാം കൂടി ഇങ്ങനെ കട്ടായി പോകും. അപ്പോൾ മറ്റേ കൈ വെച്ചിട്ട് ഡിപ്പ് ചെയ്തതിനായിരിക്കും കൂടുതൽ നല്ലത് കേട്ടോ. എല്ലാ ഭാഗത്തും ക്രംസ്
വരുന്ന രീതിയിൽ ഡിപ്പ് ചെയ്തതിന് ശേഷം ഇതുപോലെ ഓയിലിലേക്ക് നല്ല മീഡിയം ഫ്ലെയിമിൽ തന്നെ ഫ്ലെയിം വെക്കണം കേട്ടോ. കാരണം ഇതിലധികം ഇനി ഒരു കുക്കിംഗ് ടൈമൊന്നുമില്ലല്ലോ. അതിൻ്റെ ഫില്ലിങ് റെഡിയാണ്. ബ്രെഡ് പിന്നെ അങ്ങനെ ഒരുപാട് കുക്ക് ചെയ്യാനൊന്നുമില്ല. പിന്നെ നമ്മൾ ആ ബാറ്ററിൽ മുക്കിയതുകൊണ്ട് ആ ബാറ്റർ ഒന്ന് റെഡി ആവേണ്ട താമസം മാത്രമേ ഉള്ളൂ. അപ്പോൾ ഒരുപാട് തീ കുറച്ച് വെച്ചിട്ടുണ്ടെങ്കിൽ ഇതിലൊരുപാട് എണ്ണ കുടിക്കാൻ ചാൻസ് ഉണ്ട്. ഒരു മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് തന്നെ പെട്ടെന്ന് തിരിച്ച് നമുക്ക് റെഡിയാക്കി എടുക്കാം. എളുപ്പമാണ് കേട്ടോ. കുട്ടികൾക്കൊക്കെ സ്കൂൾ വിട്ട് വരുന്ന സമയത്ത് കൊടുക്കാനും നല്ല ഫില്ലിങ്ങോട് ചീസും ഒക്കെ ഉള്ളതുകൊണ്ട് കുട്ടികൾക്ക് നല്ല ഹെൽത്തി ആയിട്ട് കഴിക്കാൻ പറ്റും. ഓരോ സൈഡും ഇതുപോലെ ഒന്ന് തിരിച്ചും മറിച്ചിട്ട് റെഡിയാക്കി എടുക്കാം. പിന്നെ ആ സൈഡ് ഭാഗങ്ങളൊക്കെ എണ്ണയിൽ മുങ്ങി കിടക്കുന്ന രീതിയിൽ ഒന്ന് ചെരിച്ചൊക്കെ വെച്ച് കൊടുത്താൽ മതി. അപ്പോൾ പെട്ടെന്ന് ആയി കിട്ടും. അങ്ങനെ ഫസ്റ്റ് ഇട്ട ആ 3 പീസ് റെഡി ആയിട്ടുണ്ട്. ഇത് എണ്ണയിൽ നിന്ന് മാറ്റാം. നല്ല ക്രിസ്പി ടെക്സ്ചറിലാണ് കേട്ടോ ഇപ്പോൾ ഇരിക്കുന്നത്. അതുപോലെ തന്നെ മറ്റുള്ളതെല്ലാം റെഡിയാക്കി എടുക്കാം. ഒട്ടും ഓയിലധികം കുടിക്കാത്ത നല്ലൊരു സ്നാക്കാണ്. നമ്മൾ ഫ്രൈ ചെയ്ത് കഴിഞ്ഞാലും പാനിൽ ഓയിൽ അങ്ങനെ തന്നെ ഉണ്ടാകും. ഒരുപാടൊന്നും ഓയിൽ ഒട്ടും കുടിക്കില്ല. അങ്ങനെ എല്ലാം ഇതുപോലെ റെഡിയാക്കി എടുത്തിട്ടുണ്ട്. ഒരുപാട് കരിഞ്ഞ് പോകാതെ നോക്കണം കേട്ടോ. കണ്ട ഇത്രയും ഓയിൽ ബാക്കിയുണ്ട്. അപ്പോൾ അങ്ങനെ എളുപ്പത്തിൽ ഈസി ആയിട്ട് ടേസ്റ്റി ആയിട്ട് ചെയ്യാൻ പറ്റുന്ന നല്ലൊരു ഈവനിങ് സ്നാക്കാണ് കേട്ടോ. നല്ല ക്രിസ്പി ആയിട്ടാണ് ഇപ്പോൾ ഇതിൻ്റെ പുറം ഭാഗം. ഇതുപോലെ കട്ട് ചെയ്യുന്ന സമയത്ത് ചീസും പൊട്ടറ്റോയുടെ ഫില്ലിങ്ങൊക്കെ കൂടി ചേർത്ത് കഴിക്കാൻ വളരെ ടേസ്റ്റി ആയിരിക്കും. മയോനൈസ് കെച്ചപ്പോ എന്തെങ്കിലുമൊക്കെ ചേർത്ത് യൂസ് ചെയ്ത് കഴിക്കാൻ പറ്റും കേട്ടോ. കുട്ടികൾക്ക് നല്ല ഇഷ്ടപ്പെടും. ട്രൈ ചെയ്ത് നോക്കാം. വീഡിയോ കണ്ടുകൊണ്ടിരിക്കുന്ന സമയത്ത് വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഒന്ന് മറക്കാതെ സപ്പോർട്ട് ചെയ്യണം കേട്ടോ. ബാക്കിയുള്ളത് നമുക്കിതുപോലെ സ്റ്റോർ ചെയ്ത് വെക്കാം.